ഭൂമി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമുക്ക് സൈറ്റ് കണ്ടീഷൻസ്, പിന്നെ ലീഗൽ ആസ്പെക്ട്സും അല്ലേ. ഇതിനെനിക്ക് തോന്നുന്നു ഈ സൈറ്റ് കണ്ടീഷനിൽ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കേണ്ടത്. ഈ ഫീൽഡ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാലും അതേപോലെ നമ്മൾ അറിയാത്ത പിറ്റ്സ് ഉണ്ടാവും. ഇപ്പോ നമ്മൾ അറിയാണ്ട് പോയ പണ്ടത്തെ വല്ല കിണർ മൂടിയതോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ശരിക്കും ഇത് എൻ്റെ ഒരു ഈ ലൈഫിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു സംഗതിയുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, ഞാൻ പ്രത്യേകിച്ച് സ്ഥലം ആളുടെ പേരോ പറയുന്നില്ല, ഒരു പ്ലോട്ട് അവർ നികത്തി. അവിടെ ഒരു ഫാക്ടറി നിൽക്കുന്ന സ്ഥലമായിരുന്നു. ആ ഫാക്ടറി നിന്നിരുന്ന സ്ഥലത്ത് അവർ നികത്തി കൊടുത്തതാണ്. അപ്പോൾ ഈ ഫാക്ടറി പൊളിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡംപ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, വലിയൊരു പിറ്റ് എടുത്തു. ആ പിറ്റിൽ ഈ വേസ്റ്റുകളെല്ലായിട്ട് മൂടി. എന്നിട്ട് അതിന് 1 മീറ്റർ മുകളിലേക്ക് മണ്ണിട്ടിട്ടാണ് മൂടിയത്. ആക്ച്വലി അത്തരം വരുന്ന ഒരു ഓൾഡ് കവേർഡ് ഹിഡൻ ഫിറ്റ്സുകൾ ഭയങ്കര ഭീഷണിയല്ലേ ഇത്. അതെ അതെ. ഇപ്പൊ ഈ 1 മീറ്ററിൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. പിന്നെ അതിന്റെ അടിയിൽ വേറെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാണ്ട് പോകും. കുറെയൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കുറെ ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോയിൽ ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങൾ. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ 1-2 പോയിന്റ് 2-3 പോയിന്റുകളെ എടുക്കുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കവേർഡ് ആയിട്ടുള്ള ഹിഡൻ പിറ്റുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊക്കെ ഒരു പോസ്റ്റ് എക്സ്കവേഷൻ വാക്ക് ത്രൂ ചെക്ക് നടത്താം. അതും കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഭീഷണികളിൽ നിന്നും വീടിനെ നമുക്കൊരു പരിധി വരെയൊക്കെ അപകടങ്ങളില്ലാതെ പണിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.